സംസ്ഥാനത്ത് സമീപകാലത്തുണ്ടായ പേവിഷബാധ മരണങ്ങളിൽ ഇടപെട്ട മനുഷ്യാവകാശ കമ്മീഷൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘത്തെ നിയോഗിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. കുത്തിവെച്ച വാക്സിന്റെ കാര്യക്ഷമത, വാക്സിനുകൾ കേടുവരാതെ സൂക്ഷിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി അന്വേഷിച്ചുകൊണ്ട് 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. പേവിഷബാധയെ തുടർന്ന് സമീപകാലത്തുണ്ടായ മരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘത്തെ നിയോഗിച്ച് അന്വേഷിക്കാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം. പേവിഷബാധ കാരണം മരിച്ചവർ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടുണ്ടോ, വാക്സിൻ പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ടോ, ഇവർക്ക് കുത്തിവെച്ച വാക്സിന്റെ കാര്യക്ഷമത, വാക്സിനുകൾ കേടുവരാതെ സൂക്ഷിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാനും കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു. ദാരുണ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കുന്ന നടപടികളും അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തണം. ഈ വിഷയത്തിൽ 1 മാസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റേതാണ് ഉത്തരവ്. സർക്കാർ ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന വാക്സിന്റെ കാര്യക്ഷമത പരിശോധിച്ച് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അനുശാസിക്കുന്ന ഗുണനിലവാരം കേരളത്തിൽ ഉപയോഗിക്കുന്ന പേവിഷബാധ പ്രതിരോധ മരുന്നുകൾക്കുണ്ടോ എന്നും പരിശോധിക്കണം. പേവിഷബാധ പ്രതിരോധ വാക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കുവാനും പഠിക്കുവാനും പ്രാപ്തമായ ഏജൻസി ഏതാണെന്നും റിപ്പോർട്ടിൽ അറിയിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. കൂടാതെ സമീപകാല സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുവാനും പ്രതിരോധ മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനുമായി NCDC നിർദ്ദേശിക്കുന്ന ഒരു ഏജൻസിയെ നിയോഗിക്കുന്നത് സർക്കാർ പരിഗണിക്കണമെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടു. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ജൂൺ 9 രാവിലെ 10 മണിക്ക് കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സ്റ്റിയറിംഗിൽ ഡെപ്യൂട്ടി DMEയും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ പ്രതിനിധിയും ഹാജരാകണം. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഇക്കഴിഞ്ഞ 1 മാസത്തിനിടെ 3 കുട്ടികളാണ് സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത്. ഏപ്രിൽ 9 പത്തനംതിട്ട പുല്ലാട് സ്വദേശി ഭാഗ്യലക്ഷ്മി, ഏപ്രിൽ 29 തീയതി മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശി നിയ ഫാരിസ് എന്നിവരും പേവിഷബാധയേറ്റ് മരിച്ചു. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം കുന്നിക്കോട് സ്വദേശി നിയ ഫൈസൽ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പേവിഷബാധയേറ്റ് മരിച്ചത്. പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും കുട്ടികൾ മരിച്ചത് ആശങ്ക പടർത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. ജനം, തിരുവനന്തപുരം.